ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത്. ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞപ്പോൾ കുട്ടികൾ പട്ടിണി കിടക്കാൻ തുടങ്ങിയപ്പോൾ ആത്മസുഹൃത്തായ കണ്ണനെ കാണാൻ സുദാമാവായ കുചേലൻ പുറപ്പെടുകയാണ് ദ്വാരകയിലേക്ക്. ആത്മസുഹൃത്തായ കണ്ണന് സമ്മാനിക്കാൻ യാചിച്ചു കിട്ടിയ 4 പിടി അവില് മാത്രമേ സുദാമാവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കണ്ണനെ കണ്ട സുദാമാവ് ആ കാൽക്കൽ വീഴുന്നതിന് മുന്നേ തന്നെ ഭഗവാൻ അയാളെ വാരി പുണർന്നു. സപ്രമഞ്ചക്കട്ടിലിൽ ഇരുത്തി കാല് കഴുകിയ വെള്ളം തീർത്ഥമായി കണ്ണൻ ശിരസിലണിഞ്ഞു. ത്തിൽ ഒളിപ്പിച്ച അവിൽപ്പൊതി തട്ടിപ്പറിച്ചു വാരിയുണ്ടു. ഒടുവിൽ യാത്രയാക്കി. ഒരുപാട് ദൂരം പിന്നിട്ടപ്പോൾ കുചേലൻ ആലോചിച്ചു, തന്റെ ദാരിദ്ര്യം താൻ കണ്ണനോട് പറയാൻ മറന്നിരിക്കുന്നു. വഴിക്കണ്ണായി കാത്തിരിക്കുന്ന ഭാര്യയോടും പട്ടിണി കിടക്കുന്ന തന്റെ കുട്ടികളോടും താൻ എന്തു മറുപടി പറയും? പക്ഷെ പറയാതെ അറിയുന്ന കണ്ണൻ കുചേലന് സർവസ്വവും നൽകിയിരുന്നു, നിധിയുടെ പതിയാക്കിയിരുന്നു. കുചേല സ്മരണ ഉണർത്തുന്ന ഈ പുണ്യദിനത്തിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടായി അവിൽപ്പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം. യാതൊന്നും ആഗ്രഹിക്കാതെ അവിൽപ്പൊതി സമർപ്പിക്കുന്നതിലൂടെ കുചേലൻ നൽകിയതുപോലെ ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. കൃഷ്ണ ഗുരുവായൂരപ്പ.